പുതിയൊരു വീഡിയോ ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇന്ന് അമ്മ ചിക്കൻ ഒലത്തി ഉണ്ടാക്കുകയാണ്. സാധാരണ ഞങ്ങൾ ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കൻ വറുത്തതാണ് കഴിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ ചിക്കൻ ഒലത്തിയാണ്. വെറൈറ്റി സാധനമാണ് തിരിച്ചേക്കുന്നത്. ഞങ്ങൾ വെറൈറ്റിയോട് വെറൈറ്റിയാണ്, എപ്പോഴും വെറൈറ്റി. ഇത്രയും ആയത്. അപ്പം അതിന്റെ വീഡിയോ അപ്പോൾ പൂപ്പിമോള് പറഞ്ഞ ചിക്കൻ ഒലത്താൻ പോവാണ്. അപ്പം അതിന് ഞങ്ങൾ ചിക്കൻ ഇതുപോലെ കുനുകുനാന്ന് കൊത്തി അരിഞ്ഞ് എടുത്തിരിക്കുകയാണ്. ഇതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഒരു ശക്കല കുരുമുളക് പൊടി ഇട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവ അടുപ്പ് വെക്കാം. അടുപ്പ് വെച്ച് തീയിട്ടതിന് ശേഷം ചിക്കൻ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് ഉലത്തിയെടുക്കണം. അത് എണ്ണ വേണ്ടാത്തതുകൊണ്ട് ചെറിയ എണ്ണയിലാണ് ഉലത്തുന്നത്. മീഡിയം ഇടണം, ഒന്ന് ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ അവിടെ ഇരുന്ന് ഫ്രൈ ആകട്ടെ. അതിന് ശേഷം ബാക്കി എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഉലത്തുന്നതിന് മുമ്പേ പൂവിമോൾ അതിനിട്ട് പിടുത്തം കൂടുക. അതൊന്ന് വറുത്തെടുത്തു ചെറിയ ശകല എണ്ണയിൽ. അതിന് മുന്നേടി ഉലത്തട്ടെന്നേ. ഞാൻ രാവിലെ അപ്പയ്ക്ക് പൊതി കിട്ടുന്നുണ്ട്. അപ്പോൾ രാവിലെ എന്തെങ്കിലും ശാലമുള്ള തണുത്തൊക്കെയല്ലേ കഴിക്കുന്നത്. അപ്പം നല്ല ഇച്ചിരി കൊടുത്തു വിടാമല്ലോ എന്ന് ഓർത്ത് മേടിപ്പിച്ചാൽ അത് മേടിച്ചോണ്ട് വന്നപ്പോൾ തൊട്ടേ അപ്പനും മകളും കൊതിപിടുത്തം തുടങ്ങി. എന്നാൽ പിന്നെ ആളങ്ങ് വറുത്തങ്ങ് ഒലത്തി അങ്ങ് കൊടുത്തേക്കാം, ഗ്രേവിയൊക്കെ ആയിട്ട്. അയ്യോ, അതിപ്പോൾ തന്നെ അടിച്ചു തീർക്കും. കയറിപ്പോ. നമുക്ക് വറുത്തതെല്ലാം കോരി എടുക്കാം. അത് കഷ്ണം അടിച്ച് കൂപ്പിമോള് അപ്പേ അറിയുന്നുണ്ട്. പക്ഷേ ഇപ്പം എന്തോ ഗ്രൂപ്പിലൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് പറയാം. പാവപ്പെട്ട ഗ്രാമ്പ് ഏലയ്ക്ക ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പുതിയതായിട്ട് കണ്ടുപിടിച്ച റെസിപ്പിയാണ്. ചെറിയ ഉള്ളി ഇട്ട് വഴറ്റിയെടുക്കുക. ലേശം ഉപ്പിട്ടാ. ചിക്കൻ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് നോക്കിയേ ചെയ്യുക. വഴറ്റി കൊടുക്കുക. സിമ്മയിലിട്ട് വഴറ്റി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതുപോലെ വഴറ്റിയെടുക്കണം. അല്ല ഇച്ചിരി ഉള്ളു, കാരണം ചക്കര ചിക്കൻ എടുത്ത് വെളുത്തുന്നുള്ളൂ. അതിന് ശേഷം മല്ലിയില ഇട്ട് കൊടുക്കുക. എനിക്കിവിടെ മല്ലിയിലയാണ് സാമ്പാറിന് എല്ലാ കറിക്കും മല്ലിയില കൂടുതലായിട്ട് ചേർക്കും. മല്ലിയില ചേർക്കേണ്ടതിനൊക്കെ എടുക്കുക. ഇനിയാണ് പൊടികളെല്ലാം ഇട്ട് കൊടുക്കേണ്ടത്. മുളക് പൊടി ഒത്തിരി എരിവ് വേണ്ട ഇവിടെ പൂപ്പിമുളകൊന്നും. ഇപ്പം ഒട്ടും എരിവ് വേണ്ട, അതുകൊണ്ട് ലേശം മുളക് പൊടി ഇടുന്നുള്ളൂ. ഒരു അര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അത് അര സ്പൂൺ ഇടുക. മഞ്ഞൾപ്പൊടി ഇച്ചിരി ഇട്ടാലും കുഴപ്പമില്ല. നടന്നു പോയാൽ മഞ്ഞൾ കൊണ്ടല്ല. പച്ചമഞ്ഞൾ വേണ്ടത് കുരുമുളക് പൊടിയാണ്. പെപ്പർ ചിക്കൻ പോലല്ല, എന്നാലും ഏകദേശം പോലെ വരും. മെയിനായിട്ട് കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്. പെപ്പർ ചിക്കൻ അല്ല കേട്ടോ. പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1.25 സ്പൂൺ. 1.25 നമുക്കൊന്ന് ഇളക്കി എടുക്കാം, ഇളക്കി യോജിപ്പിക്കാം. പിന്നേലിടണം, കരിഞ്ഞു പോവും. മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. വീണ്ടും ഇളക്കി കൊടുക്കുക. ഈ കൂട്ടിയിട്ടതിന് ശേഷം മൂത്ത് വന്നതിന് ശേഷം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഇളക്കി എടുക്കുക. കളറുണ്ട്, നല്ല കറുത്ത കളറുണ്ട്, നല്ല വേവ്. അപ്പോൾ അതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇടുക. ഇങ്ങനെയിട്ട് അവിടെ മിക്സ് ചെയ്ത് ചുമ്മാ എന്താണ് ഇച്ചിരി ഗ്രേവിയൊക്കെ ഉണ്ടല്ലേ രസമാണ്. ചപ്പാത്തി ഒന്നുമില്ല, ചപ്പാത്തി പറഞ്ഞാൽ എനിക്ക് കൈ വേദനയുള്ളൂ. ചപ്പാത്തി പരത്ത് കൊണ്ടുപോകാം. ചോറിന് മതി. ഒഴിച്ച് ഗ്രേവി കളയാതെ സാധനം കളയണം. നമുക്ക് ഇവിടെ ഇളക്കി എല്ലാവരും വേറെ തന്നെ വരും.
നമുക്കൊന്ന് ഉപ്പ് നോക്കാം. എടുത്തോ. ഞാൻ നോക്കാം. സൂപ്പർ. ഉപ്പ് കൂടെ വേണം അല്ലേ? ഉപ്പുമോളെ ഇച്ചിരി ഉപ്പ് വേണ്ടേ? യെസ്. ഉപ്പ് ചേർക്കുക. ചേർക്കാവുള്ളൂ കേട്ടോ. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഞാൻ പറഞ്ഞു തന്നത് ക്ലിയർ ആയെങ്കിൽ നിങ്ങളൊരു ലൈക്ക് ചെയ്യണേ. ക്ലിയർ ആയില്ല പറയണം. ഞാൻ ഇതിടാം, കമൻറ്റിലിടാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അല്ലെങ്കിൽ ഒന്നുകൂടെ വീഡിയോ ചെയ്യാം. ഞങ്ങളുടെ വീഡിയോ ഇങ്ങനെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാത്ത. അതെ, ഉപ്പിമോൾ എപ്പോഴും പറയും. അപ്പോൾ അറിയാം നിങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഒന്നും കിട്ടുന്നില്ല, ആരും കാണുന്നില്ലെന്നൊക്കെ. എനിക്കും ചിക്കനും എല്ലാം കൂടെ തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് അടച്ച് വെച്ച് വേകാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. 1 ഗ്ലാസ് വേകാനുള്ള വെള്ളം ഒഴിച്ച് അടച്ച് വെക്കുക. 5 മിനിറ്റ് ഇരുന്നാൽ 5 മിനിറ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താണ്. അപ്പോൾ നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് വരാം. നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കന് വേറെ വേണ്ട ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഉപ്പിമുളക് കൊടുക്കാനായില്ല, കൊതി പിടിച്ച് നിൽക്കുകയാണ്. നമുക്ക് ചിക്കൻ ടേസ്റ്റ് ചെയ്യാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അപ്പോഴേക്കാണ് കൊടുക്കുന്നത്, പക്ഷേ ഉപ്പിമുളകാണ് അതിൻ്റെ പങ്ക് പിടിക്കുന്നത്. അപ്പോഴേക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. എങ്ങനെയുണ്ട്? നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഈ ഉപ്പിമുളകാണ്. ഉപ്പിമുളകിൽ 10 പ്രാവശ്യം ടേസ്റ്റ് ചെയ്ത് കാണും. എങ്ങനെയുണ്ട്? സൂപ്പറാണല്ലോ. ഇത് മൊത്തം കഴിച്ച് തീർത്തിട്ട് കാണാവേ.